അസ്സലാമലൈക്കും. എന്തുള്ള വിശേഷം എല്ലാവർക്കും? എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനൽ തുടങ്ങിയാൽ എന്താവുമെന്നൊന്നും അറിയില്ല. പിന്നെ പറയാന് പിന്നെ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി മക്കളെ, എനിക്ക് പറയണമെന്നുണ്ടായി. അതാ പിന്നെ വേറൊന്നുമില്ല, നമ്മളെ വീടിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ കടുവ കരഞ്ഞിട്ടൊന്നും പറയണ്ട. രാത്രി ഒരു 1:30-2 മണി 1:30 ആയിട്ടുണ്ടാവും. ഇന്നലെ ഭർത്താവിനൊക്കെ ഉണ്ടായി രാത്രി കല്യാണത്തിൻ്റെ. അപ്പം അവിടെ പോയിട്ട് വരുമ്പോൾ 1 മണി ഭയങ്കര കരച്ചിൽ. കടുവ ഒന്ന് പിന്നെ റോഡിൻ്റെ മുൻവശം, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ മുൻവശം തോട്ടം, അതിലൂടെ ഓടിയിട്ട് ഒരു മാനിനെ പിടിച്ചിട്ട് ഓടി. അത് പിന്നെ വലുതെല്ലാം കുറച്ച് വലുതായിട്ട്. പിന്നെ ഒന്ന് ഞാനങ്ങനെ ഓടുന്നേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ നിന്നിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇവരൊക്കെ കണ്ടിട്ടുണ്ട്, ഭർത്താവ് ഇഷ്ടം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഭയങ്കര കരച്ചിൽ, അതെനിക്ക് തോന്നുന്നു വലിയ സാധനമാണ്. അതായത് കുറച്ച് താഴെ അങ്ങനെ എനിക്ക് കാരണം ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് ഫോറസ്റ്റുകാരെ വിളിക്കാം വരട്ടെ പറഞ്ഞു. അങ്ങനെ അവർ വന്നിട്ടുണ്ട്. പക്ഷെ അവർ വന്നാലും അവരൊരു മനുഷ്യരല്ല. എത്ര വെച്ചിട്ടാ 2-3 ആളോ ഒരു ജീപ്പിൽ ഒരു 3-4 ആളുണ്ടാവും. അവരും ഒരു മനുഷ്യരല്ല, അവർക്ക് പേടിയുണ്ടാവില്ല, ജീവനെ പേടിയില്ലാത്ത ആരുള്ള. എന്നിട്ട് അവർ വന്നിട്ട് പിന്നെ കുറച്ച് നേരം നിന്ന് എന്തൊക്കെയോ പടക്കൽ പൊട്ടിച്ച് ഒരു പോയി. ഇതെന്ത് കരച്ചിൽ, കരയുന്ന പൈച്ചിട്ടാന്ന് തോന്നുന്നു കരയുന്നത്. ഒരു മനുഷ്യനെ കിട്ടാതെ അപ്പടെ തന്നെ വിഴുങ്ങും, അങ്ങനത്തെ ഒരു അവസ്ഥ. നമുക്കാണെങ്കിൽ വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പിൽ വരുന്ന, അപ്പം അത് രാത്രി കൂടുതലുണ്ടാവുക. അപ്പം നമ്മളെന്താക്കും, രാത്രി അത് പിടിക്കുക വെള്ളം ഡ്രമ്മിലേക്ക്. പിന്നെ വെള്ളം പിടിക്കാൻ ഇറങ്ങിയതാ, പേടിച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിരിക്കാനുള്ള വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ജീവനെ വലുത് പുറത്തിറങ്ങണ്ടാന്ന്. നമ്മൾ ഇറങ്ങിയിട്ടില്ല പുറത്ത്. ഭയങ്കര പേടി മക്കളെ, ഇവിടെ ജീവിക്കാനേ പറ്റൂല. എന്താക്കാനാ, ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ ആയിപ്പോയില്ല. ഇനി മരണം വരെ പേടിച്ചും പറിച്ചും ജീവിക്കുക, അതന്നെ ഒരു വഴി. മൃഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല. ഞാൻ വിചാരിക്കും മക്കളൊക്കെ വലുതായി, മക്കൾ പിന്നെ പഠിച്ച മക്കളവർ പിന്നെ വിവാഹം കഴിച്ചല്ല നമ്മളൊരു ജീവിതത്തിൽ പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്നത്. മക്കളെ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം വേറെ നാട്ടിലേക്ക്. അല്ലാതെ പേടി എവിടെ നിൽക്കാൻ. അത്രയും മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റാത്ത. എന്താക്കാനാ, നല്ല കാക്കട്ടെ എല്ലാവരും, എല്ലാ ജനങ്ങളെ നല്ല കാക്കട്ടെ. മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം കൊണ്ടിട്ട് വേറൊന്നല്ല.